ഗുഡ് മോർണിംഗ്. അപ്പം രാവിലത്തെ അതേ അടുക്കളപ്പണി കഴിയല്ലേ, പിന്നെ അതുപോലെ ഉണ്ണി പഠിക്കാൻ പോയി, അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഇന്നിപ്പോൾ ഒന്ന് അപ്പോളോ ഹോസ്പിറ്റൽ വരെ പോകേണ്ട ആവശ്യമുണ്ട്. കുറച്ച് നാളായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് അധികമാണ്. അപ്പം അതിൻ്റെ കാര്യത്തിനായിട്ട് ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ അതുപോലെ അത് ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് എനിക്ക് തോന്നുന്നു 2 മണിയൊക്കെ ആയിട്ട് പോകുള്ളൂ കേട്ടോ. 2:30 അവിടെ എത്തണം, അപ്പോളയിൽ എത്തണം. അപ്പം അത് കഴിഞ്ഞ് ആ നേരം കണ്ടാൽ ഞങ്ങൾ പോകുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ അതേ കുറച്ച് തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ അലക്കാട്ടുണ്ട്. അതൊക്കെ ഒന്ന് കഴുകിയിടണം, തോരയിടണം. പിന്നെ എൻ്റെ കെട്ടിയവനത് ഇന്ന് ഏട്ടൻ പോയിട്ടില്ല കേട്ടോ, കാരണം എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരണ്ടേ. അപ്പോൾ ഏട്ടൻ ഇതവിടെ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, കേൾപ്പിച്ചു തരാം. പിന്നെ ഏകദേശം പണികളൊക്കെ വീട്ടിലൊക്കെ കഴിയും കേട്ടോ. പിന്നെ വീട്ടിൽ നല്ല പാട്ട് വെച്ചിട്ടുണ്ട്. ഏട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ ആ സ്പീക്കർ എപ്പോഴും ഓണായിരിക്കും. പിന്നെ ഞാനിവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കുളിക്കണം. ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ ഒന്ന് പോയി തുടക്കട്ടെ ഏട്ടാ. കേട്ടോ, തുട കഴിഞ്ഞിട്ട് വേണം തുണി തോരയിടണം, കുളിക്കണം. ഇന്നിപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നുണ്ട് കെട്ടിയാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, കെട്ടിയാനെന്ന് പണിക്ക് പോയിട്ടില്ല. പിന്നെ പാട്ട് ഭയങ്കര ആയതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. കാലമായ പിന്നെ അതെ നമ്മുടെ വീട്ടിൽ നമുക്ക് ബാക്കിൽ തുണി ജസ്റ്റ് കഴുകിയിട്ടിട്ട് മാത്രം, അതായത് കഴുകി വെള്ളം മാറുന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഞാനിത് ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ അഴക്കിയത്താണ് ഇട്ടിട്ടുണ്ട്. കാരണം ഉണങ്ങുന്നില്ല, മഴക്കാലമല്ലേ. പിന്നെ നമുക്ക് അത്ര അങ്ങോട്ട് സ്പേസ് ഒന്നുമില്ല കേട്ടോ. വീടിൻ്റെ സ്ഥലം കുറവാണ്, കാരണം ഒരു 5-6 സെൻറ്റിലാണ് വീടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഒത്തിരി സ്ഥലമില്ല. പിന്നെ തുണികൾ തോരിയിടാനും സൗകര്യം കുറവാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ അഴക്കകളാണിതൊക്കെ. നമ്മളിത് ഉറങ്ങി എണീച്ച് പോയിട്ട് ഇത് ബെഡ്ഷീറ്റൊക്കെ അങ്ങനെ എടുക്കാട്ടെ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം, പിന്നെ തുടയ്ക്കണം, ഇവിടെ തുടച്ചിടണം. ഇത് ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിച്ചിട്ട് തുടച്ച്, പിന്നെ അവിടെ ഇരിക്കുന്ന ബൊമ്മ കുട്ടികളില്ലേ, ഇത് മൊത്തം ഈ 4 ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഇത് ഏട്ടൻ മറ്റേ വൈമാളയിൽ പോയിട്ട് മറ്റേ ഈ ഗെയിം കളിക്കില്ലേ നമ്മൾ, ഒരു മിഷീനത്തുമ്മ ആ സംഭവത്തെ തുണിയൊക്കെ ഇത് സ്പീഡിലെടുത്തു കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്, ചാറി കഴിഞ്ഞിട്ടത് അതേ സ്പീഡിൽ എടുക്കേണ്ട അവസ്ഥ. ഒരുവിധം അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ടു. ഇനി ഞാനൊന്ന് പോയി സമാധാനത്തിൽ കുടിക്കട്ടെ. എനിക്ക് തുണി അഴക്കിയിട്ട് കിടക്കുമ്പോൾ ഒരു ടെൻഷനായിരുന്നു, അത് മാറി. മഴ പെയ്തല്ലോ, ഇനി സമാധാനമായിട്ട് പോയി കുളിക്കാം. വളരെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവണം. തല ഞാൻ നനച്ചിട്ടില്ല, കാരണം ഞാൻ തല ഇന്നലെ വൈകുന്നേരം നനച്ചതാണ്. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം നനയ്ക്കുള്ളൂ. അപ്പം ഞാനിനി റെഡിയായിട്ട് പോകണം. എന്നും ഞാൻ വാരി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് എനിക്ക് ചോറ് വാരിടാൻ വേണം. Se volta a